വന്നത് തന്നെ എൻ്റെ മുഖപരിചയം കൂട്ടാനും പിന്നെ എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. എനിക്കും ആക്ടിങ് പാഷൻ അതിലെല്ലാം താല്പര്യമുണ്ട്. എനിക്കൊരു ആക്ടർ ആവണം, അതിന് ട്രൈ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു യൂട്യൂബർ, ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ അതെനിക്ക് അടുത്ത ലെവലിൽ കൊണ്ടുപോകണം. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ മെയിൻലി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ ഒരു നെയിം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ അത് എനിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ ഈ പബ്ലിക് സ്പീക്കിംഗ് ആൻസൈറ്റി, എൻ്റെ ഈ പെർഫോമൻസ് ആൻസൈറ്റി, പബ്ലിക് സ്പീക്കിംഗ് ആൻസൈറ്റി ആയിരുന്നാണ് എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പം, സംസാരിക്കേണ്ട സംഭവം വരുമ്പോൾ ഞാൻ വന്ന് എനിക്ക് ബ്ലാങ്ക് ആയി പോകും, എനിക്ക് പിന്നെ തലയിൽ ഒന്നും വരില്ല. അതുപോലെ പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ടാസ്ക് ഉണ്ടെങ്കിൽ എന്തോ ഞാൻ അതും ആലോചിച്ച് കൂട്ടും. അങ്ങനെ ടാസ്ക് തുടങ്ങുമ്പം എൻ്റെ കൈയൊക്കെ വിറച്ചു തുടങ്ങി, കാലം അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് ആകെപ്പാട് ചിലപ്പം എൻ്റെ 10% എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിപ്പം ബീറ്റ് ചെയ്യേണ്ട ഇതാ. പിന്നെ അത് ഓവർ തിങ്കിങ് എന്നാണ് എനിക്ക് എൻ്റെ പെർഫോമൻസ് ആൻസൈറ്റിയും പിന്നെ അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് ആൻസൈറ്റിയും വരുന്നത്. അപ്പം എന്തായാലും ബിഗ് ബോസിൽ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് കൺട്രോൾ കിട്ടി. ഞാൻ പറയുന്നില്ല അത് കംപ്ലീറ്റ്ലി പോയെന്നൊന്നും. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 40-50% റെഡി ആയിട്ടുണ്ട്. അതെ അതെ. അപ്പം പിന്നെ ഞാൻ പൊതുവെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ പുറത്തെല്ലാം അടങ്ങി എനിക്ക് കുറേ പ്രോത്സാഹനം വേണം. എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കുറേ പേര് കൈ അടിക്കുമ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കുറേ പരിപാടിയുണ്ട്. പക്ഷേ ബിഗ് ബോസ് വന്നപ്പോഴാണ് മനസ്സിലാവുന്ന എല്ലാവരും അവരുടേതായ കണ്ടസ്റ്റൻ്റ്, എല്ലാവരും പേഴ്സണലി അവിടെ വിന്നിന് വേണ്ടി വന്നേ. അപ്പം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു നല്ല കാര്യം. ബിക്കോസ് എനിക്ക് ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ ഓരോന്നും അങ്ങനെയല്ല, ആൾക്കാരുടെ വാലിഡേഷന് വേണ്ടി നിൽക്കുന്ന ഒരാൾ പോലെ ഞാൻ. അതെനിക്ക് മാറ്റണം എങ്ങനെയെങ്കിലും. അതിവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായി നമ്മളെല്ലാവരും ഓണാണ്. ആരും നമുക്ക് കൈയടിച്ച് തരാനും പോകുന്നില്ല. നമ്മളെല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു നല്ല കാര്യം. അപ്പം ഞാൻ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ച്. അപ്പം ഇവിടുന്ന് ഇറങ്ങുമ്പം എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ആക്ടിങ് കരിയർ ആയാലും ഇപ്പം യൂട്യൂബർ ആണെങ്കിലും നമ്മൾ പ്രസൻറ്റേഷൻ എല്ലാം ചെയ്യണം കുറേ. പിന്നെ നമുക്കിനി ഇതിൽ കിട്ടുന്ന ഫെയിം വരുമ്പോൾ നമ്മൾ കുറേ പബ്ലിക് സ്പീക്കിങ്ങും എല്ലാം ചെയ്യേണ്ടി വരും. അപ്പം അതിനെല്ലാം ഞാൻ ഇനി റെഡി ആയിരിക്കും എന്ന് പറഞ്ഞ് ഈ എൻവയോൺമെൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് ഉറപ്പാണ് അവിടെ എന്തായാലും ഒരു പ്രോത്സാഹനം എന്തെങ്കിലും കാണും, കുറച്ചെങ്കിലും കൈയടി. അപ്പം എനിക്ക് അവിടെ എൻ്റെ 100% കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഞാൻ എല്ലാവരുടെ ഒപ്പീനിയൻ കേൾക്കാറുണ്ട്. അപ്പം എനിക്ക് ഓരോന്നും കേൾക്കുമ്പം ഓരോരുത്തർക്കും അവരുടേതായ ശരിയുണ്ട്, അവരുടേതായ കാഴ്ചപ്പാടുണ്ട്, അവർ ചെയ്ത് ശരിയാണെന്ന് തോന്നും. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു കരിയർ ചൂസ് ചെയ്യണമെങ്കിൽ ഇതൊന്നും അല്ലാതെ എനിക്ക് തോന്നുന്നു എനിക്കൊരു തെറപ്പിസ്റ്റ് ആവാം, ഒരു സൈക്കോളജിസ്റ്റ് ആവാം. ബിക്കോസ് ഇവിടെ പലതരം ആൾക്കാരുണ്ട്, എല്ലാവരും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ കുറേ സൈക്കോളജി ഓർഗാനിക്കലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തെറപ്പിസ്റ്റ് ആണെങ്കിൽ അതും ആവാം. പിന്നെ അല്ലാതെ ബിഗ് ബോസിൽ നിന്ന് ഞാൻ കുറച്ച് കുക്കിംഗ് പഠിച്ച് ചപ്പാത്തി